അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സൈക്കിൾ റൈഡുമായിട്ടാണ്. സൈക്കിൾ റൈഡിൻ്റെ പാർട്ട് 3 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നൊരു ഹർത്താൽ ദിവസമാണ്. ഹർത്താൽ ദിവസത്തിലെ റോഡിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടറിയാം. അപ്പോൾ റോഡിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ഇതുവരെ പോയില്ല. ജസ്റ്റ് ചുമ്മാ പോവാം. ഇവിടെയൊന്നും ഇല്ല. അപ്പം ഗ്രൗണ്ടിലൊന്നും ആളില്ല. ജസ്റ്റ് ചുമ്മാ ഗ്രൗണ്ടിലോട്ടൊന്ന് കയറാം. കുഴപ്പമില്ല. അപ്പം നമ്മൾ ഗ്രൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാങ്ങ കിടപ്പുണ്ട്. അപ്പോൾ ഗ്രൗണ്ടൊന്നും കൂട്ടിയിട്ടില്ല. ഗ്രൗണ്ടൊക്കെ തുറന്ന് നടക്കുകയാണ്. റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒന്ന് പോയി നോക്കാം. ഈ ക്യാമറ കിട്ടിക്കൊണ്ട് പോകാൻ എനിക്കിതിൽ നാണക്കേടുണ്ട്. അത്രയേ ഉള്ളൂ. ഇൻട്രോവേർട്ടൊന്നും അല്ല, എക്സ്ട്രോവേർട്ടും അല്ല, ഇൻട്രോവേർട്ടും അല്ല, മിഡിലായിട്ട് വരും. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പം ഈ റൂട്ട് എടുക്കുക. ഈ കട തുറന്ന് കിടക്കുന്നത് എന്തുവാ? പറഞ്ഞ സാധനം ഒന്നും തരത്തില്ലെന്നാണ്. കാരണം ഹർത്താലാണ്, തുറന്നിക്കുന്നേ ഉള്ളൂ. സാധനം ഒന്നും തരത്തില്ല. ഇവിടെ ഒന്നും അങ്ങനെ തുറന്നിട്ടില്ല. സ്കൂളാണ്, സ്കൂളിലൊന്നും തുറന്നിട്ടില്ല. ഒരു കലക്കും ഇല്ല ഇന്നത്തെ ദിവസം. ചുമ്മാ വണ്ടികൾ പോകണം, അത്രേ ഉള്ളൂ. മറ്റേത് ജംഗ്ഷനിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന ആളാണെന്നറിയാം. പ്രത്യേകിച്ച് ആരും ഒന്നും നോക്കുന്നില്ല. ഇവിടെ ക്യാമറ. അപ്പം നമ്മൾ ഇതുവഴി പോവുകയാണ്. റോങ് സൈഡാണ് പോകുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പോകുന്നത്. കുറേ ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് കടന്നു. പിന്നിത് ഒരു ഇലക്ട്രിക് കാറൊക്കെ ആരും വലുതായിട്ട് ശ്രദ്ധിക്കും. മറ്റേ ഞാനിപ്പോൾ ഒറ്റ ബെൽറ്റാണ്. 4 ബെൽറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ 4 പോട്ടെ 5 ബെൽറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ആളുകൾ ശ്രദ്ധിച്ചാണ്. ഇപ്പോൾ ഒറ്റ ബെൽറ്റ് ആയതുകൊണ്ടാണ് അധികം ആരും ശ്രദ്ധിക്കാത്തത്. ഇവിടൊക്കെ കട തുറന്നിരിക്കുന്നു. കട ഗൊമ്മാല. ഇവർക്കൊന്നും ബന്ധുവാതകമല്ലേ. ഇവിടെ ചിക്കൻ കട ഒന്നും പറഞ്ഞില്ല. അതാണ് നിയമം. ഈ ബേക്കറിയൊക്കെ തുറന്ന് കിടക്കുവാണ്. അംഗനവാടി തുറന്നിട്ടില്ല. എന്തായാലും പോകാം നമുക്ക്. ഇവിടെ നിന്ന് ഒരു ആൾക്കാർ പോലും ഇല്ലെന്ന് ഓർക്കുമ്പോഴാണ് അതിശയം. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര ആളുകൾ പോകുന്നത് കാണുന്നത്. മറ്റേത് ചറവറ ആൾക്കാരാണ്. ആ റോഡ് വഴി അതിൽ ബെൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക്
കടിഞ്ഞില്ലെന്ന് നോക്കണല്ല. എൻ്റെ ശബ്ദം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെ. വേറെ അങ്ങനെ ആകെ ശബ്ദമില്ല. അങ്ങനെ നമ്മൾ ഇവിടോട്ടേക്ക് കടന്ന് ഇവിടെ പിന്നെ അറിയാവില്ല, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഇവിടെ ഇപ്പം മൂകതയാണ് ഈ ഒരു ഏരിയയിൽ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാണുന്നവർക്കറിയായിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചിൻ്റെ കാര്യമാണ്. ചലഞ്ച് എനിക്ക് തോന്നുന്നു ഞാൻ നിർത്തുകയെന്നാണ്. കാരണം ഞാൻ എയോട് ചലഞ്ചൊക്കെ എയോട് ചലഞ്ച് ചോദിച്ചപ്പോൾ കുറേ ചലഞ്ചൊക്കെ പറഞ്ഞു വന്ന്, എങ്കിലും എനിക്ക് ആ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ആവത്തില്ല. ആ ചലഞ്ച് ചെയ്യാൻ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ചലഞ്ച് ബിസിനസ് ചെയ്ത് ഈ ചലഞ്ചിങ് നമ്മൾ അങ്ങനെ അധികം ചെയ്യുന്നില്ല. വളരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നുള്ളൂ. ഇതുപോലെ നമ്മുടെ സസ്പെൻഷൻ വർക്ക് ആവാൻ വേണ്ടി ഒരു പുതിയൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളിലോട്ടേക്ക് കൈ ഹാൻഡിലോട്ടേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ സസ്പെൻഷൻ വർക്കാവും. അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രഷർ വർക്കും. അധികം അങ്ങോട്ട് പ്രഷർ കൊടുക്കണ്ട, കൊടുത്താൽ പണി പാടും. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ പ്രഷർ കൊടുക്കണം. ഇവിടം വരെ ഉള്ളവരോട് ആടി ഈ രീതിയിൽ അങ്ങനെ ആടൊന്നുമില്ല. ഇവിടെ ഈ കണ്ടത്തിലൂടെയൊക്കെ ഞാൻ കുറേ പോയിട്ടുള്ളതാണ്. ഇത് കണ്ടതിൽ പെട്ട കനാല് കുളിച്ചിട്ടുള്ളതാണ് ഞാൻ. അന്ന് എനിക്ക് നീളമില്ലാത്തപ്പോൾ എൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നു വെള്ളം. നമുക്ക് അമ്പലവും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. അമ്പലം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഇന്ന് കാണിച്ചു തരാം. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ സൈക്കിളിന് ജസ്റ്റ് ഹോം സർവീസ് ചെയ്തപ്പം ഡിസ്കൊക്കെ ഊരിയിട്ട് ഞാൻ വൃത്തിയാക്കി, സ്ക്രാച്ചൊക്കെ ചെയ്ത് ഡിസ്ക് ഊരി. പക്ഷെ പ്രശ്നം എന്തുവാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഡിസ്ക് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടി വേണ്ട ഒരു ആമ മറഞ്ഞു. ഇനി നേരെ ഇരിക്കണമല്ലോ. എങ്ങനെ ഇന്ന് നേരെ കിടക്കൂടാ. അത് വരുന്നുണ്ട് ഗൈസ്. നേരെ ഇതാണ് കൊച്ചുനാൾ മുതൽ ശീലിക്കുന്നതാണിത്, അങ്ങനെ നേരെ കിടക്കുന്നത്. ആരും വരുത്തിക്കളയും. ഇതാണ് അപ്പോൾ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. നമ്മൾ നാരായണായ എന്ന് ഫ്രണ്ട് എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ബീച്ചിലോട്ട് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ അമ്പലം എന്ന് പറയുന്നത്. ഒന്നിവിടെ ഒഴുകുന്ന ഒരു അമ്പലമാണ്. ഉണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ഇത് കാണാം നമുക്ക്. എന്തോ ഇപ്പോൾ പറയാം, വിളക്കൊക്കെ കത്തിക്കുന്നൊരു സംഭവം. സ്തംഭം എന്ന് പറയും നമ്മൾ. ഇതാണ് അകത്തോട്ടുള്ള വഴി, അകത്തോട്ടുള്ള വഴി. ഇതൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. പട്ടി ഭയങ്കര ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ആയിട്ടുണ്ട്, റേറ്റ് കുറഞ്ഞ് നടക്കുമായിരുന്നു. ഇപ്പോൾ കൂടി ഒരു മീഡിയം ലെവലിലാക്കിയിടും. ഇതാണ് നമ്മുടെ എൻട്രി ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ തുറന്നില്ല, സമയമായില്ലല്ലോ തുറക്കാൻ.
5:25 ഉള്ളു. 5:30 ആകുമ്പോൾ വരും. ഹരിപ്പാടു നിന്നാണ് തിരുമേനി വരുന്നത്. ഇവിടെ ചെങ്ങന്നൂർ മിത്രമടത്താണ്. ഹരിപ്പാട്ടിൽ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 17-20 കിലോമീറ്റർ ഉണ്ട് ഹരിപ്പാട്ടിലോട്ട്. അപ്പം ആ ഒരു സമയം എടുക്കും വരാൻ. അപ്പം രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലം തുറക്കും. എന്നിട്ട് വൈകുന്നേരം എപ്പോഴാണ് ക്യാമറ വെക്കാം. അപ്പോൾ വൈകുന്നേരം ഒരു ഞാൻ പറഞ്ഞ പോലെ 5:30 ആകുമ്പോൾ. ഇന്നലെ പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ വന്നപ്പം തിരുമേനി വന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പം ഇന്നലെ വേറൊരു തിരുമേനിയാണ് വന്നത്. അപ്പോൾ ആ തിരുമേനി വന്ന്, പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ, ആമയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. അതിനത്തേക്ക് തിരുമേനിയുടെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു. ഓരോരോ കാര്യങ്ങളാണ്. അന്നേരത്തേക്ക് ഞാനാണെങ്കിൽ അമ്പലത്തിൽ തിരുമേനി വന്നിട്ട് ഒരു 6:30 ആയിട്ടും അമ്പലം തുറക്കുന്നില്ല. ഞാൻ വന്ന് നോക്കിയപ്പോൾ താക്കോലില്ല. പിന്നെ നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞ് അങ്ങനെ താക്കോലും എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ തുറന്നു. 6:30 അങ്ങനെ ദീപാരാധന 6:30 കണക്കാണ്ട് ദീപാരാധന ഇന്നലെ നടന്നത് 7:00. 1 മണിക്കൂർ ഡിസ്റ്റൻസിലാണ്. പക്ഷെ നമ്മൾ ഭയങ്കര സ്പീഡ് ഉണ്ടായതുകൊണ്ട് ഇന്നലെ ഭയങ്കര സ്പീഡിലാണ് വിളക്ക് എല്ലാം കത്തിച്ചത്. എല്ലാവരും കൂടെ കൂടി ഭയങ്കര ഇതിലായിരുന്നു. 6:30 ഇന്നലെ ഇത് അമ്പലം തുറന്നത്. അത് ഇച്ചിരി വിഷമമുള്ള കാര്യമായിപ്പോയി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അമ്പലത്തിലെ വിശേഷം. എന്നിട്ട് പിന്നെ അടയ്ക്കുന്നത് ഒരു 8:30 ആകുമ്പോഴത്തേക്ക് അടയ്ക്കും. 8:45 ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഈ അമ്പലത്തിൽ ഞാൻ അടയ്ക്കുന്ന വരെയൊക്കെ നിന്നിട്ട് എപ്പോഴും ഞാൻ അടയ്ക്കാൻ നേരത്താണ് വരുന്നത്. മിക്കവാറും വൈകിട്ട് പോയിട്ട് അടയ്ക്കുന്ന സമയമാകുമ്പോൾ അടച്ചിട്ട് ഇങ്ങ് വരും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ചില സമയമില്ലെങ്കിൽ ഞാൻ അടച്ച് കഴിയുന്നതിന് മുമ്പേ ദീപാരാധന കഴിഞ്ഞിട്ട് ഇങ്ങ് വരും. ഒട്ടും സമയമില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് തൊഴുതിട്ട് ഇങ്ങ് വരും. അങ്ങനെയാണ് എൻ്റെ ഒരിത്. ഞാനിപ്പോൾ ഒരു വടി വീണ് തലയിൽ കൊള്ളാനാണ് നമ്മുടെ വഴി. അങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി റുട്ടീന്. നമുക്ക് ഇതുവഴി പോകാം. ആണ് ഈ അമ്പലത്തിൽ. എന്നിട്ട് എൻ്റെ ഇത് സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞില്ല. ഈ ഡിസ്ക് നോക്കാൻ വേണ്ടി ഞാൻ ബ്രേക്കിൻ്റെ ക്ലിപ്പ് എനിക്ക് സർവീസിന് കൊടുക്കുമ്പോൾ മേടിച്ചിടാൻ കയറിയത്. ക്ലിപ്പൊന്ന് ഒടിഞ്ഞു പോയി. ഈ വീല് കറക്കാൻ വേണ്ടി ഞാൻ സൈക്കിളൊന്ന് ചരിച്ചപ്പോൾ സൈക്കിളിൻ്റെ വെയിറ്റ് മുഴുവനും ആ ക്ലിപ്പിനകത്ത് പോയി. അങ്ങനെ ക്ലിപ്പ് ഒടിഞ്ഞു പോയി. ക്ലിപ്പിലാണ് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സൈക്കിള്. ഈ സർവീസിന് പോകുമ്പോൾ ക്ലിപ്പ് വേറെ മാറ്റി വിട്ടാൽ മതി. വേറെ സീനൊന്നുമില്ല. അതുകൊണ്ട് എവിടെ നമുക്ക് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് നല്ല വിഷമമായി. ഈ അമ്പലത്തിലൊക്കെ ഞാൻ ഭജനയ്ക്കൊക്കെ പോകാറുണ്ട്. ഭജനയൊക്കെ പാടാൻ. എന്നാലും എന്നെ രസിപ്പിച്ച് കളഞ്ഞ നമ്മൾ ആദ്യമേ കണ്ടൊരു കടയുണ്ടല്ലോ, അതെനിക്ക് റോഡ് വീലറാണോ അവിടെ ബൊമ്മാരെ റോഡ് വീലർ നിന്ന് നിൽക്കുന്ന റോഡ് വീലറൊന്നുമല്ല, നാടൻ പട്ടിയാണ്. പക്ഷേ വേറെ ഏതോ ബ്രീഡിങ്ങോടാണ്. നാടനും വേറെ ഏതോ ഇങ്ങോടാണ്. ആ സൈഡിൽ കൂടെ പോകാൻ പണിക്ക് പട്ടി കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ സൈഡിൽ കൂടെ പോകാം. എല്ലാവരും നോക്കുന്നു. എനിക്ക് 40 km/h ആയാന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഊഹം ശരിയാണോന്നില്ല. കണക്കുന്നു ആ ഡിസ്ക് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രേക്ക് ഞാൻ മുറുക്കുകയാണെന്ന് തോന്നിട്ട് അത് ഇത്ര അണപ്പ്.
ചവിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ആരെങ്കിലും കാണുന്നില്ല. പക്ഷേ വെളിയിലുള്ള സാധനമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറത്തുനിന്ന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കാണാൻ പറ്റുന്നുണ്ട്. റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഡിസ്കിൻ്റെ ആ ഒരു ഹോളിൽ നിന്ന് നോക്കാൻ നേരത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. കാണാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല, കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഈ റോഡ് ഞാൻ ആദ്യം കാണിച്ചു തന്നെ. അയ്യോ, സസ്പെൻഷൻ വർക്കായില്ലെങ്കിൽ പണി പാളുമെന്നാണ്. ഇനി നമുക്ക് ഫ്രണ്ടിൽ എഴുതി വെക്കാം, നിങ്ങളുടെ വണ്ടിയുടെ സസ്പെൻഷൻ വർക്കാവുന്നില്ലെങ്കിൽ പണി പാളിക്കോളും. അയ്യോ, മുമ്പ് ഒരു ഇലക്ട്രിക്കാണ് ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ് വണ്ടി ഒന്ന് അപ്പോൾ അവർ പറഞ്ഞ് ചുമ്മാ തോന്നുന്നേ ഉള്ളു, എന്തോ നോക്കാൻ ഏതാണ്ട് തുറന്നതാ, സാധനം ഒന്നും വിൽക്കുന്നില്ലെന്ന്. പക്ഷേ വിൽക്കുന്നതാണോ തുറന്ന്. ഫംഗ്ഷനിൽ അവിടെ നിന്ന് കുറച്ച് മാറി അങ്ങോട്ടേക്ക് എന്തുവാ കുറച്ച് അങ്ങോട്ടേക്ക് കുറച്ച് നേരെ വണ്ടിയെല്ലാം ഒരുമിച്ച് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഒരു കട തുറന്നേക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമായിട്ട്. ഇതുവഴി പോവാൻ പട്ടി പോട്ടെ. പട്ടി ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ ആ ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടിയുടെ മുന്നിലൊന്നും ഇതാണ് ഈ റോഡിൻ്റെ പ്രശ്നം. സ്പീഡിലൊന്ന് പോയി തടിക്കേറി കൊടുക്കും. അപ്പോൾ വേണ്ടാ പട്ടി. ഇതാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്തൊരു പട്ടിയെ കാണാൻ പറ്റും. ആ കാണുന്ന പട്ടിയാണ് ഈ പട്ടി. അയ്യോ, ഞാൻ ഇതിൻ്റെ പുറത്തൂടൊക്കെ സൈക്കിളിൽ തിരുമേനി വരേണ്ട സമയം കഴിഞ്ഞല്ലോ. കാണുന്നില്ല. പുതിയ തിരുമേനിയാണ്. മറ്റേ തിരുമേനിക്ക് വരാൻ പറ്റത്തില്ല. ആ തിരുമേനിയുടെ വീട് ഇവിടെ എങ്ങാണ്ടാണ്. പക്ഷെ വരേണ്ട സമയം. തിരുമേനി ഇന്നലെ താമസിച്ചാണ് വന്നത്. ഇന്നും താമസിക്കാൻ തോന്നുന്നു. 5:30ക്കാണ് സാധാരണ തുറക്കുന്നത്. 5:30 വന്നാലേ ഉള്ളൂ 6:30 ആകുമ്പോഴത്തേക്ക് ദീപാരാധന എടുത്തുള്ളൂ. അതുകൊണ്ട് ഇന്നലെ ദീപാരാധനയ്ക്ക് ആരും ഇല്ലായിരുന്നു. ഞാനും പിന്നെ ഇവിടുത്തെ വിളക്കും ഒക്കെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നൊരു അമ്മൂമ്മയും പിന്നെ സ്ഥിരം വരുന്നൊരു ആൻറ്റിയും പിന്നെ ഞാനും ഉള്ളായിരുന്നു. പിന്നെ തിരുമേനിയും. ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടങ്ങ് പോയി. കാരണം ഇത്രയും സമയമായില്ല. പിന്നെ അപ്പുറത്ത് വാരിയെന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ കാണുന്ന അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന വീടാണ്. ആ ഒരു ഗേറ്റൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ അണ്ടറിലോട്ട്. അപ്പോൾ അവിടുത്തെ ഒരു അമ്മൂമ്മയും പിന്നെ ഒരു ആൻറ്റി നിൽപ്പുണ്ട്. ആ ആൻറ്റി ആ അമ്മൂമ്മ വെളിയിലാണ് നിന്നത് ഇന്നലെ. കാരണം അകത്തോട്ടേക്ക് വരാനൊന്നും വയ്യാത്തതുകൊണ്ട് വെളിയിലാണ് അവരെല്ലാവരും നിന്നത്. അപ്പോൾ അകത്ത് ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളായിരുന്നു. വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 6:30ക്കാണ് നമ്മുടെ അമ്പലം തുറന്നത്. അങ്ങനെ 7:30 ദീപാരാധന. പിന്നെ നിവേദ്യം കഴിഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ പോയപ്പോൾ 9 മണി എത്രയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഇതുവരെ താമസിക്കുന്നില്ല കുറേ. എനിക്ക് നേരത്തെ വരാൻ പോയപ്പോഴത്തേക്ക് ഞാൻ അർച്ചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മൂമ്മയോട് തിരുമേനി ചോദിച്ചു, ഞാൻ പൂജ കഴിഞ്ഞിട്ടല്ലേ പോകുന്നതാണ്. അപ്പോൾ ആ അമ്മൂമ്മ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അമ്മൂമ്മ പറഞ്ഞ് ആണെന്ന്. പിന്നെ എനിക്കങ്ങ് ഇപ്പോൾ വരാൻ പറ്റുമോ? പിന്നെ ഞാൻ അർച്ചന കഴിഞ്ഞ് പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ തന്നെ ചുമ്മാ ചുറ്റുമല്ലേ നമ്മൾ. എങ്ങോട്ടെങ്കിലും പോകണ്ട.
ഗ്രൗണ്ടിൽ ആളായി. ഗ്രൗണ്ടിലോട്ട് ഇനി പോകാൻ പറ്റത്തില്ല. ഹെൽമെറ്റ് ഇന്നുകൊണ്ട് കഴിവിടാനൊന്നും പറ്റത്തില്ല നമുക്ക്. അതിനുള്ള കഴിവായിട്ടില്ല. ഓരോരോ കഴിവാകുമ്പോൾ നമുക്ക് അമ്മച്ചിയേ വീഴാൻ. അയ്യോ, ഇന്ന് ബസ് സർവീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് ഭാരത് ബന്ധാണോ അത് കേരളത്തിൽ മാത്രമേ ബന്ധമുള്ളൂ? ഞാനൊന്നും നോക്കിയില്ല. ഇത്ര നേരം വീഡിയോ പോസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര നേരം ചുമ്മാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ വീഡിയോ പോസ്റ്റായിട്ട് കിടക്കുവാണ്. ആകെപ്പാടെ വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. കുറേ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ ദീപസ്തംഭത്തിൽ ഒരു പ്രാവ് വന്നിരുന്നു വെള്ളിൽ. ഞാൻ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ ആ ഫോട്ടോ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഫോട്ടോ കണ്ട് കാണാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല സീൻ കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത്. പക്ഷെ ആകെ നിന്നപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു. ഓക്കെ, no hands. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആഹാ, പെർഫെക്റ്റ് ബ്രേക്കിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ വേണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എവിടെ പോകാനാണ്? ഇവിടെ തന്നെ നമ്മൾ പോകുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ എവിടെയും പോകാത്തതുകൊണ്ട് തന്നെ ബ്രേക്ക് സ്റ്റാൻഡില്ല. ഇപ്പം ചാരി വെക്കാം. പ്രത്യേകിച്ച് എവിടെയും പോകാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.